നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങൾക്കും തിരശീല വീഴുകയാണ്. മാസങ്ങളോളം ചാനൽ ചർച്ചകളിൽ സിംഹഗർജനം നടത്തിയിരുന്ന പല പ്രമുഖരും ഇന്ന് എവിടെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പിന്നാമ്പുറം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. മനോജ് കുമാർ എന്നൊരാൾ പങ്കിട്ട കുറിപ്പ് ഇങ്ങനെയാണ്: കഴിഞ്ഞ 4 മാസമായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ചില ബോൾഡ് മുഖങ്ങളെ ഇപ്പോൾ മഷിയിട്ട് നോക്കിയാൽ കാണാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെതിരെ സ്ത്രീവിരുദ്ധതയും മോശം പരാമർശങ്ങളും ആരോപിച്ച് ചാനൽ ചർച്ചകളിൽ സിംഹഗർജനം നടത്തിയിരുന്നവർ ഇന്ന് എവിടെ പോയി മറഞ്ഞു? ഹണി ഭാസ്കർ, റീനി, ഷഹനാസ്, ലക്ഷ്മി, പത്മ തുടങ്ങിയവർ ഉയർത്തിയ ആരോപണങ്ങൾ വെറും രാഷ്ട്രീയ നാടകങ്ങളായിരുന്നുവെന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. KPCCക്ക് പരാതി നൽകിയ ദിവസം ചാനലുകൾ തോറും കയറിറങ്ങി 5ഉം 6ഉം ബൈറ്റുകൾ നൽകിയ ആവേശമൊന്നും ഇന്ന് കാണാനില്ല. AICCക്ക് പരാതി നൽകിയ ഘട്ടമെത്തിയപ്പോൾ ഇവർക്ക് എന്താണ് നാവനങ്ങാത്തത്? ലോകത്തുള്ള സകല സ്ത്രീകളുടെയും കാവൽ മാലാഖമാരായി ചമഞ്ഞിരുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിൽ 1.5 മിനിറ്റ് പേരെടുത്ത് പറഞ്ഞ് മറുപടി നൽകിയപ്പോൾ മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് ഒളിച്ചിരിക്കുന്നു. ഹണി ഭാസ്കർ ഉന്നയിച്ച ചാറ്റ് വിവാദങ്ങളും ശ്രീലങ്കയിലേക്ക് മണൽ കടത്തിയെന്ന പരിഹാസങ്ങളും 24 മണിക്കൂർ ഉരുളിയും ചീഞ്ഞ മുട്ടപ്രയോഗവും എല്ലാം വെറും പുകമറയായിരുന്നുവെന്ന് ഇന്ന് പകൽ പോലെ വ്യക്തമാണ്. രാഹുൽ മോശമായി സംസാരിച്ചുവെന്ന് ആരോപിച്ചവർക്ക് അത് തെളിയിക്കുവാൻ കഴിഞ്ഞു. അന്തസ്സുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കാനും മറുപടി പറയാനും തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഇത്തരം കള്ള ഫെമിനിസ്റ്റ് വേഷങ്ങൾ കിട്ടുന്നത് അവസാനിപ്പിക്കണം. രാഹുലിനെതിരെ ആര് എന്ത് പറഞ്ഞാലും അത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കിയിരുന്ന മാധ്യമങ്ങളും ഇപ്പോൾ നിശബ്ദരാണ്. ഗോവിന്ദൻ മാസ്റ്ററുടെ വാനരപ്പടയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയ നുണക്കഥകൾ ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ്. ഹാഷ്മി താജ് ഇബ്രാഹിമിനെ തെറിവിളിച്ചതിന്റെ പിന്നിലെ ചെയ്തോ വികാരം വ്യക്തമാണ്. സത്യം പുറത്തുവരുമെന്ന ഭയം തന്നെയാണത്. പട്ടത്തിന്റെ നൂൽ കയ്യിൽ വെച്ച് അതിനെ സ്വതന്ത്രമായി പറക്കാൻ വിട്ടതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക് മതിയാവോളം സമയം നൽകി ഒടുവിൽ വസ്തുതകൾ നിരത്തി അവരെ കേരളക്കരയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിലാണ് യഥാർത്ഥ അതിജീവിതൻ. സ്ത്രീത്വത്തിന്റെ മഹത്വം പറയുന്നവർ ഇത്തരം രാഷ്ട്രീയ കുതികാൽ വെട്ടുകാരെ തിരിച്ചറിയണം. രാഷ്ട്രീയ യജമാനന്മാരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി മാത്രം സ്ത്രീപക്ഷവാദങ്ങൾ ഉയർത്തിക്കാട്ടുന്നവർ ചവറ്റുകുട്ടിൽ എറിയപ്പെടേണ്ടവരാണ്. അന്തസ്സുണ്ടെങ്കിൽ ഒളിച്ചോടാതെ മറുപടി പറയൂ. സത്യമറിയാതെ കിടന്നു ചിലക്കുന്നവർക്കായി സമർപ്പിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നായിരുന്നു ആ പോസ്റ്റ്. മറ്റൊന്ന് ഷഹനാസിന് നേരെയുള്ള പോസ്റ്റാണ്. അതിജീവിതന്മാർക്ക് അനുകൂലമായി പത്രസമ്മേളനം നടത്തിയ MA ഷഹനാസ് വലിയ ആൾമാറാട്ടം നടത്തിയ ആളാണ്. അപ്പോൾ ഇവരൊക്കെ ചാനലിൽ വന്ന് ഒരുപാട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പറയിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? ക്യാഷ് കിട്ടാൻ എന്ത് വേഷം വേണമെങ്കിലും കിട്ടും. ഇനി തൂലികാ നാമമാണോ? MA ഷഹനാസ് പറയാൻ പറ്റില്ല, വലിയ എഴുത്തുകാരിയല്ലേ? ഞാൻ അറിയുന്ന ഷഹനാസ് ഭാഗം 3. ഷഹനാസ് IASന് പ്രിയ സിജീഷ് എന്ന വ്യക്തി അറിയാമോ എന്നറിയില്ല. സിജീഷ് എന്നത് പ്രിയയുടെ ഭർത്താവിന്റെ പേരാണ്. മകളുടെ പേര് സിനി എന്നാണ്. ഒരു പ്രസാധക കമ്പനിയിൽ സിനി പാർട്ട്ണറാണ്. പറഞ്ഞു വരുന്നത് പ്രിയയുടെ കളഞ്ഞു കിട്ടിയ ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പിയിലെ പ്രിയയുടെ ഫോട്ടോയ്ക്ക് IASകാരിയുടെ മുഖസാദൃശ്യമുണ്ട്. 1986 ഏപ്രിൽ 9 പ്രിയ ജനിച്ചത്. ഷഹനാസിന്റെ പിറന്നാൾ അന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഷഹനാസും പ്രിയയും രണ്ടല്ല, രണ്ടും ഒന്നാണ്. ആൾമാറാട്ടം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി ഏതൊക്കെ വകുപ്പിനുള്ളതുണ്ടെന്ന് നിയമവിദഗ്ധർ പറയട്ടെ. ചെറിയൊരു തെളിവ് ആദ്യ കമന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈസൻസ് ഇതിൽ ഉൾപ്പെടുത്താൻ നിർവാഹമില്ല എന്നാണ് നിയാസ് മൾബാരി എന്നൊരാൾ കുറിച്ചിരിക്കുന്നത്. ആരോപണം ഉന്നയിക്കുക എളുപ്പമാണ്, പക്ഷെ അത് തെളിയിക്കപ്പെടുമ്പോഴാണ് സത്യം വിജയം കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ മാസങ്ങളോളം കേരളത്തിന്റെ രാഷ്ട്രീയ മാധ്യമ വേദികളെ കത്തിച്ചുവെങ്കിലും ഇന്ന് അതേ വേദികളിൽ തെളിവുകളാൽ സംസാരിക്കുകയാണ്. മൗനമാണ് മറുപടി പറയുന്നത്. ഒളിച്ചോടാതെ പേര് പറഞ്ഞ് സമയം നോക്കി ആരോപണങ്ങളെ നേരിട്ട് ഏറ്റുവാങ്ങി മറുപടി പറഞ്ഞ ഒരാൾ, അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇവിടെ ജയിക്കുന്നത് ഒരു വ്യക്തിയല്ല, രാഷ്ട്രീയ നാടകങ്ങൾക്കും അപ്പുറം വസ്തുതകൾക്ക് മുന്നിൽ തലകുനിയാത്ത ധൈര്യമാണ്.